UDF അധികാരത്തിലെത്തി 2 മാസം പിന്നിട്ടിട്ടും സംസ്ഥാനത്തെ കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായിട്ടില്ല. ചർച്ചകൾ പലവിധത്തിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷയിലാണ് നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആരാണെന്ന് വ്യക്തത വന്നിട്ടില്ല. യുവ നേതാക്കളെ പരിഗണിച്ചാൽ സംഘടനാ പരിചയം വെച്ച് ഷാഫി പറമ്പിലിനാണ് മുൻതൂക്കം. അതേസമയം KC വേണുഗോപാൽ പക്ഷത്തുള്ള മാത്യു കുഴൽനാടനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അടക്കം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭാംഗമായതോടെയാണ് പുതിയ അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. ഒട്ടേറെ നേതാക്കൾ പ്രസിഡന്റ് സ്ഥാനത്തിനായി രംഗത്തെത്തിയതോടെ തീരുമാനമെടുക്കുന്നത് ദേശീയ നേതൃത്വം തൽക്കാലം മാറ്റിവെക്കുകയായിരുന്നു. വിദേശ പര്യടനം കഴിഞ്ഞ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയതോടെ ചർച്ചകൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. മുൻപ് ശശി തരൂരിനൊപ്പമായിരുന്ന മാത്യു കുഴൽനാടൻ നിലവിൽ KC വേണുഗോപാലിന്റെ വിശ്വസ്തനാണ്. നിയമസഭയിലെ പ്രകടനം അനുകൂലമാണെങ്കിലും AI ഗ്രൂപ്പ് നേതൃത്വം കുഴൽനാടനെതിരെ രംഗത്തുണ്ട്. സംഘടനാ പ്രവർത്തന രംഗത്തെ പരിചയക്കുറവാണ് പ്രധാനമായും ഗ്രൂപ്പ് നേതാക്കൾ ഉയർത്തിക്കാണിക്കുന്നത്. ഭരണത്തിലിരിക്കുന്ന സർക്കാരിനൊപ്പം ചേർന്ന് പോകുന്നയാളാവണം പാർട്ടി അധ്യക്ഷനെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. ഇതാണ് ഷാഫി പറമ്പിലിന്റെ സാധ്യത ഉയർത്തുന്നത്. മലബാറിൽ കോൺഗ്രസിന് ശക്തനായ നേതാവ് വേണമെന്ന് തീരുമാനിച്ചാൽ ഷാഫിക്കാണ് കൂടുതൽ സാധ്യത. A ഗ്രൂപ്പിൽ നിന്ന് ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, I ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് വാഴക്കൻ, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എന്നീ പേരുകളും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അന്തിമ തീരുമാനത്തിന് മുമ്പ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. പാർട്ടിക്ക് ഭരണമുള്ള സ്ഥിതിയിൽ KPCC അധ്യക്ഷ പദവി താക്കോൽ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവ് ആകട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പേരാണ് ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയുടെ മനസ്സ് ഒരു ദളിത് നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് അനുകൂലമാണെന്ന റിപ്പോർട്ടുകളുണ്ട്. കൊടിക്കുന്നിലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്. മുതിർന്ന നേതാവെന്ന നിലയിലും സംഘടനാ പരിചയ സമ്പത്തുള്ള വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന് മുൻഗണന കിട്ടിയേക്കാം. പക്ഷേ KCയുടെ മനസ്സ് അനുകൂലമായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിടും. സംഘടനയിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരുന്നുവെങ്കിലും ഭരണത്തിലേക്ക് കടന്നതോടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ AP അനിലിനും PC വിഷ്ണുനാഥിനും മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ അവർ സംഘടനാ ചുമതലകളിൽ നിന്ന് വിടുതൽ വാങ്ങിക്കഴിഞ്ഞു. മൂന്നാമത്തെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ MP ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന M ലിജു മന്ത്രിയായതോടെ പാർട്ടി ഓഫീസിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആളില്ലാത്ത അവസ്ഥയാണുള്ളത്. മുൻനിര നേതാക്കളെല്ലാം മന്ത്രിസഭയിലേക്കും ഭരണകാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചതോടെ പാർട്ടി ആസ്ഥാനം നാഥനില്ല കളരിയായി മാറിയെന്ന വിമർശനം അണികൾക്കിടയിലും ശക്തമാണ്. UDFിലെ പ്രശ്നങ്ങളും ഭരണപരമായ ഏകോപനമില്ലായ്മയും പരിഹരിക്കാൻ ഉടൻ തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്നാണ് ഘടകകക്ഷികളുടെയും താഴെത്തട്ടിലെ പ്രവർത്തകരുടെയും ആവശ്യം. പുതിയ KPCC അധ്യക്ഷൻ വരുന്നതോടെ UDF യോഗങ്ങൾ പുനരാരംഭിക്കാമെന്നും മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനുമാണ് കണക്കുകൂട്ടൽ. ഹൈക്കമാൻഡ് തലത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നിർണായക ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ടാവുക. സണ്ണി ജോസഫിന് പകരക്കാരനായി കൊടിക്കുന്നിൽ സുരേഷോ അതോ മറ്റു സർപ്രൈസ് പേരുകളോ വരുന്നത് എന്ന് കണ്ടറിയണം. അടൂർ പ്രകാശിന്റെ അടക്കം പേര് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്.